മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? ആ പറഞ്ഞു പറഞ്ഞു. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാം? ഫ്രണ്ട് പേരെന്താ? നിഷാന. ഓക്കെ ഓക്കെ. സ്ഥലം നാണം കെട്ട് പണം ഉണ്ടാക്കിയാൽ ആ പണം നക്കി നാണക്കേട് മാറ്റാന്നുള്ള പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? അത് ഇവളുമാരെ പറ്റിയ കേട്ട് നോക്ക് കലാപരിപാടി. എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് 26 വെഡിങ് ആണോ? ഓ ഓക്കെ. എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നുവെച്ചാൽ ഇപ്പൊ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനില്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്തി? കേട്ടാൽ അറയ്ക്കുന്ന പരിപാടി ചെയ്തിട്ട് എന്തോ മഹത്തായ കാര്യമല്ല, എന്തോ ഓളമുള്ളൊരു കാര്യം ചെയ്തെന്നുള്ള രീതിയിലാണ് അവളുമാരുടെ റിയാക്ഷൻ. ഇതുപോലെ പ്രാങ്ക് കോളും പ്രാങ്ക് പരിപാടിയായിട്ട് നടക്കുന്ന കുറേ ഊളകളുണ്ട്. റിപ്പീറ്റ് ഊളകൾ, എല്ലാവരുമല്ല. അശ്ലീലം പറയുന്നതാണ് ജനങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നതാണ് ഇവരെ പോലെയുള്ള ചിലർ. കുറച്ച് നാൾ മുമ്പ് ഒരു ചാനൽ ഡബിൾ മീനിങ് ചോദ്യങ്ങളുമായിട്ട് റോഡേ വന്ന് ആലുവ നാട്ടുകാർ ഓടിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ റോട്ടിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം വീട്ടിൽ വന്ന് തല്ലുന്നൊരു സിറ്റുവേഷൻ വരും കേട്ടോ. അതുണ്ടാക്കി വെക്കാണ്ടിരിക്കാൻ നോക്ക്. കാണുമ്പം ചിരിയല്ല അറപ്പാ തോന്നുന്നത്.